ഹലോ ഓൾ, സൂപ്പർ നോട്ട് പി എസ് സിയുടെ പുതിയൊരു സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സെഷൻ എന്താണെന്നല്ലേ, ഇപ്പം നിങ്ങൾ നേരെ കാണുന്നത് പോലെ തന്നെ CPO നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സെഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, സിവിൽ പോലീസ് ഓഫീസർ ഈ തസ്തികയിലേക്കുള്ള പരീക്ഷ PSC വർഷാവർഷം നടത്തുന്ന പരീക്ഷയാണ്. സാധാരണഗതിയിൽ എല്ലാ വർഷവും ഡിസംബർ മാസമാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോഴും ഏത് മാസം, ഈ പറയുന്ന ഡിസംബർ മാസത്ത് തന്നെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു തിരനോട്ടം ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള CPO പരീക്ഷകൾ. ഇപ്പോൾ 2019 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള CPO പരീക്ഷയാണെങ്കിൽ പരീക്ഷ നടന്നിരിക്കുന്നത് 2022 ഓക്കെ. അപ്പോൾ നമുക്ക് 2022, 23, 24 ഇപ്പോൾ 24 റീസെൻ്റായിട്ട് 2024 ജൂൺ മാസം 8-ാം തീയതിയും എന്ത് നടന്നിട്ടുണ്ട്, ഈ പറഞ്ഞ CPO പരീക്ഷ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഒന്ന് നോക്കാം ഒരു തിരനോട്ടമായിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് നിലകളെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ തന്നെ വ്യക്തമായിട്ട് ഇതിൻ്റെ കട്ട് ഓഫുകൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് 2019 നോട്ടിഫിക്കേഷനിലെ പരീക്ഷ നടന്നത് 2022 പിന്നെ അങ്ങോട്ട് 2023 24 CPO പരീക്ഷകൾ നടന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ 3 വർഷത്തെയും കട്ട് ഓഫുകളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ റേഞ്ച് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം 2022 എക്സാം, 2019 നോട്ടിഫിക്കേഷനിലെ പരീക്ഷ 2022 നടക്കുമ്പോൾ അതിൻ്റെ കട്ട് ഓഫ് വന്നിട്ട് 22 മുതൽ 36 വരെയുള്ള റേഞ്ച് ആയിരുന്നു. എങ്കിൽ 2022 ഡിസംബറിൽ വിളിച്ച പരീക്ഷ 2023 നടന്നപ്പോഴത്തേക്കും അതിൻ്റെ കട്ട് ഓഫ് റേഞ്ച് 39 മുതൽ 50 മാർക്ക് വരെ പോയി. 50 ഇടയ്ക്ക് പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അത് കഴിഞ്ഞ് 2024 ജൂൺ മാസം 8-ാം തീയതി നടന്ന പരീക്ഷ, വളരെ റീസെൻ്റായിട്ട് കഴിഞ്ഞ പരീക്ഷ. ആ പരീക്ഷയുടെ കട്ട് ഓഫ് നോക്കിയാൽ 42 മുതൽ 52 റേഞ്ചിലേക്കാണ് കട്ട് ഓഫ് പോയിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കട്ട് ഓഫിൻ്റെ റേഞ്ച് 22 ഏകദേശം ഒരു ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫായ 22 42 എന്ന് പറയുന്നൊരു കട്ട് ഓഫിലേക്ക് പോയി. ഈ 42 എന്ന് പറയുന്ന കട്ട് ഓഫ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ 2022 പരീക്ഷയ്ക്ക് ഏറ്റവും കൂടിയ കട്ട് ഓഫ് നമ്മളിവിടെ പറഞ്ഞ പോലെ 36 മാർക്കായിരുന്നു. പക്ഷേ ഇവിടെ 2024 വന്നപ്പോൾ 42 ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, CPO പരീക്ഷകളുടെ നിലവാരം കൂടി. അപ്പോൾ ഇനി പഠിച്ചിട്ട് നിങ്ങൾക്കൊരു 30 മാർക്ക് 35 മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് ലിസ്റ്റിൽ വരാം, അല്ലെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ ഈ മാർക്ക് വാങ്ങിച്ചാൽ ഫിസിക്കലിന് നിങ്ങൾ ശ്രമിച്ചോളൂ എന്നുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് അതിൽ വീഴരുത്. കാരണം CPO പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ല റേഞ്ചിലോട്ട്, ഏകദേശം +2 ലെവൽ പരീക്ഷകളിൽ നല്ല റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു നിലവാരം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അതിൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അതിൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കാര്യം അതിലോട്ട് നമുക്ക് വരാം, പക്ഷേ എന്നാലും ജനറൽ ടോപ്പിക്സിലാണെങ്കിൽ പോലും വളരെ നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ആണെങ്കിൽ പോലും എല്ലാ ക്വസ്റ്റ്യൻസും വളരെ നിലവാരം പുലർത്തുന്നതായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലൊരു +2 ലെവൽ പരീക്ഷയിൽ നമ്മൾ കയറിക്കൂടണമെങ്കിലും എന്ത് ചെയ്യണം, നമ്മുടെ നിലവാരം എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ഉയർത്തേണ്ടിയിരിക്കുന്നു. പണ്ടെല്ലാവരും പറയും പോലീസ് പരീക്ഷയല്ലേ കിട്ടും, അല്ലെങ്കിൽ പണ്ടത്തെ ഒരു ചിന്ത അനുസരിച്ച് ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് പോലീസ് കിട്ടും എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ചിന്ത മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുള്ളതാണ്. നമ്മളിതാ ഈ പറഞ്ഞ 2023, 24 കട്ട് ഓഫുകൾ നമ്മളോട് പറയുന്നത് പോലീസ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് എഴുതിയെടുക്കാവുന്ന ഒരു പരീക്ഷയല്ല. അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ വേണം. നിങ്ങൾ അതിനു വേണ്ടി പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊരു പോലീസുകാരനായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഈ പരീക്ഷ എഴുതാനുള്ള ഏജ് ലിമിറ്റാണ്. ഓക്കെ, ഇതൊരു +2 ലെവൽ ക്വാളിഫിക്കേഷനുള്ള പരീക്ഷ ആയതുകൊണ്ട് നിങ്ങൾക്ക് 18 വയസ്സ് മുതൽ ഈ പരീക്ഷ എഴുതി തുടങ്ങാൻ പറ്റും. ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് 26 വയസ്സ് വരെയും, പിന്നെ OBCക്ക് ആണെങ്കിൽ 3 വർഷവും, SC/STക്ക് 5 വർഷം വരെ ഇതിന് റിസർവേഷൻ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അതാണ് ഏജ് ലിമിറ്റിനെ സംബന്ധിച്ച കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, ഇനി എന്താണ് CPO പരീക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നത്?
എങ്ങനെയാണ് ഈ പരീക്ഷ എന്നുള്ള കാര്യമാണ്. നമ്മൾ പരീക്ഷയെ പറ്റി പറഞ്ഞു, കട്ട് ഓഫുകളെയും കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോകാം. എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കുക. പോലീസ് ആവാനൊക്കെ ഇനി ആഗ്രഹിക്കുന്ന ആൾക്കാർ ലിസ്റ്റിൽപ്പെട്ട് ആ ഒരു കാക്കിയൊക്കെ ഇട്ട് പാസിങ് ഔട്ട് പരേഡിൽ നിങ്ങൾ റീലുകളിലൊക്കെ കാണാറുണ്ട്, തൊപ്പിയെടുത്ത് അമ്മയുടെ തലയിൽ വെക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ അവിടെ വന്ന് അമ്മയ്ക്കൊരു പ്രസൻറ്റ് ഡാംസ് ഒക്കെ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ പല റീലുകളിലും കണ്ടിട്ടുണ്ട്. പോലീസ് ആകാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥി, കണ്ടുകൊണ്ടിരിക്കുന്ന പോലീസ് ആകാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ആ ഒരു ദിനം സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങളുടെ അറിവിലേക്കായി എന്താണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആദ്യമേ നോക്കാം. ആദ്യമായിട്ട് PSC നിങ്ങൾക്കായി നടത്തുന്നൊരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, 100 മാർക്കിൻ്റെ OMR എക്സാം. PSC പരീക്ഷയുടെ സാധാരണ എക്സാംസ് പോലെ ഒരു 100 മാർക്കിൻ്റെ OMR എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ OMR എക്സാമിൻ്റെ നിശ്ചിത കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വരും. ഷോർട്ട് ലിസ്റ്റ് 2 വിഭാഗങ്ങളിലായിരിക്കും. അതിനെ നമുക്ക് മെയിൻ ലിസ്റ്റ്, സപ്ലി ലിസ്റ്റ് എന്ന് പറയാൻ പറ്റും. ഈ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഏത് കാറ്റഗറിയിൽപ്പെട്ടവരും ആയിക്കോട്ടെ, അവർ ആ നിശ്ചിത കട്ട് ഓഫ് കടന്നു പോയ ആൾക്കാരാണ്. അതിന് മുകളിൽ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. സപ്ലി ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സംവരണ വിഭാഗക്കാർക്ക് ആ കട്ട് ഓഫിനേക്കാളും താഴ്ന്നു നിൽക്കുന്ന, എന്നാൽ എത്ര ആളെ എടുക്കണമെന്ന് PSC നിശ്ചയിച്ചിട്ടുണ്ടോ ആ ഒരു നമ്പറിലേക്ക് കടന്നുകൂടുന്നവരാണ് സപ്ലി ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർ. ഓക്കെ, ഇനി ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ അടുത്ത് കടക്കേണ്ടതാണ് ഏറ്റവും വലിയ കടമ്പ, ഫിസിക്കൽ ടെസ്റ്റ്. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ, ഒരു 15 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരുപാട് ടൈം മെനക്കെട്ടിരുന്ന് പഠിക്കുന്നു, നിങ്ങൾക്ക് അത് കിട്ടുന്നു. ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊരു കായികക്ഷമത പരീക്ഷയായതുകൊണ്ട് തന്നെ നിങ്ങളെ ശരീരവും അത്രമേൽ സജ്ജമായിരിക്കണം. എന്തിനാണ്? ഈ ഒരു കായിക പരീക്ഷ നേരിടാനായിട്ട്. നിങ്ങൾക്ക് ആകെ മൊത്തവും ഇവിടെ 8 ഐറ്റംസ് വരുന്നുണ്ട്. അതിൽ 5 ഐറ്റംസ് എടുക്കുമ്പോഴാണ് നിങ്ങൾ പാസ്സാവുന്നത്. ഇതിൽ മെയിനായിട്ട് 4 ഐറ്റം നമ്മുടെ ലെഗ് സ്ട്രെങ്ത് ഉള്ളതും, ലെഗ് സ്ട്രെങ്ത് വേണ്ടി വരുന്നത് 4 ഐറ്റം, നമ്മുടെ ആം സ്ട്രെങ്ത് വേണ്ടി വരുന്നതാണ് ഈ പറഞ്ഞ 8 ഐറ്റം വരുന്നത്. ഇതിൽ 5 ഐറ്റം നിങ്ങൾ എടുക്കുമ്പോഴാണ് നിങ്ങൾ ഫിസിക്കൽ എന്നുള്ള കടമ്പ കഴിയേണ്ടത്. ഒരു വിധം എന്ന് പറയുന്നില്ല, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ പരീക്ഷ കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ എന്തിനു പോവുക? ഫിസിക്കലിന് പോവുക. കാരണം ഈ പറയുന്ന പോലെ ശരീരഭാരം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഡയറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് ശരീരഭാരം കുറയ്ക്കേണ്ടിയിരിക്കുന്നു. അത് ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ റിട്ടൺ ടെസ്റ്റിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുവോ അത്രമേൽ പ്രാധാന്യം നിങ്ങൾ എവിടെയും കൊടുക്കണം? ഫിസിക്കൽ ടെസ്റ്റിനും കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പരീക്ഷയുടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ പരീക്ഷ എഴുതുന്നു, ഷോർട്ട് ലിസ്റ്റിൽ വരുന്നു, സന്തോഷം, നിങ്ങളെല്ലാവരോടും പറയുന്നു ഞാൻ പോലീസിൻ്റെ ലിസ്റ്റിലുണ്ട്, അങ്ങനെ. പക്ഷേ നിങ്ങൾ ആ ലിസ്റ്റ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫിസിക്കൽ പരീക്ഷ പാസ്സാവണം. കാരണം നിങ്ങൾ പോലീസ് ആവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായക ഘടകം ഫിസിക്കലാണ്. കാരണം എന്താണ്? ഇതൊരു ഫോഴ്സ് പരീക്ഷയാണ്. പ്രധാനമായിട്ടും ചിന്തിക്കുക, നിങ്ങളൊരു LD ക്ലർക്കിനോ ഒരു LGSനോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റോ ഒന്നും പഠിക്കാൻ പോകുന്ന ആൾക്കാരല്ല, നിങ്ങളൊരു ഫോഴ്സ് ലെവലിൽ പഠിക്കാൻ പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മണിക്കുള്ളിൽ തന്നെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തിയേ പറ്റൂ. മനസ്സിലായില്ലേ? നിങ്ങൾ ചിലപ്പോൾ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴായിരിക്കും പെട്ടെന്നൊരു സംഘർഷം ഉണ്ടാകുന്നത്. പെട്ടെന്ന് നിങ്ങളുടെ SHOയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് കമാൻഡൻറ്റോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസ് പ്ലറ്റൂൺ കമാൻഡറോ ആരായാലും നിങ്ങളുടെ വിളിച്ച് പറയണം നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണം, ഇവിടെ ഇന്ന സാഹചര്യമാണ്. നിങ്ങൾ അപ്പം തന്നെ തിരിച്ച് വരേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പം കായികപരമായിട്ട് അധ്വാനിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു തസ്തികയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡും വളരെ ഇമ്പോർട്ടൻ്റ്. ഇതൊരു 1 സ്റ്റാർ ഫിസിക്കലാണെന്ന് കൂടെ നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ SIക്ക് ആയാലും എക്സൈസ് ഇൻസ്പെക്ടറിനായാലും സിവിൽ എക്സൈസ് ഓഫീസറിനായാലും ഫയർമാൻ ആയാലും സിവിൽ പോലീസ് ഓഫീസറിനായാലും എല്ലാം ഉള്ള എന്താണ്? ഈ പറഞ്ഞ 1 സ്റ്റാർ ഫിസിക്കലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിസിക്കൽ പാസ്സാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം. ഫിസിക്കൽ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ വരുന്നത്. വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വെരിഫിക്കേഷന് മുമ്പ് ചെയ്തിട്ടുള്ളവർക്ക് OTV, 1 ടൈം വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്കവാറും സംവരണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് 1 വർഷം വാലിഡിറ്റി ഉള്ളതായിരിക്കും മിക്ക എണ്ണവും. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഹാജരാക്കണം. വെരിഫിക്കേഷൻ, നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, നിങ്ങളുടെ 10ാം ക്ലാസ് +2 യോഗ്യത, ഇതൊരു +2 യോഗ്യതയുള്ള പരീക്ഷ ആയതുകൊണ്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ് +2 വരെയുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് ആ വെരിഫിക്കേഷൻ പ്രോസസ്സ് നിങ്ങൾ പൂർത്തിയാക്കുന്നു. വെരിഫിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ പെടുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. നാളെ ഒരു പോലീസ് പരീക്ഷയൊക്കെ എഴുതി അതിൻ്റെ ഫിസിക്കലൊക്കെ പാസ്സായി വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളോട് ചോദിക്കും, അന്ന് എഴുതിയ പോലീസ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്നല്ലോ, എത്രയാണ് നിങ്ങളുടെ റാങ്ക് എന്ന് ചോദിക്കും. അപ്പോൾ തല ഉയർത്തി പിടിച്ച് പറയണം, ഞാനൊരു 100-നകത്തുണ്ട്, ഞാനൊരു 150-നകത്തുണ്ട്,
അല്ലെങ്കിൽ ഞാൻ ഒരു 50-നകത്തുണ്ട്, അല്ലെങ്കിൽ എൻ്റെ റാങ്ക് 20-നകത്താണ്. ഇത് തല ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ CPO, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് CPO പരീക്ഷയെ പറ്റി സംസാരിക്കുന്നതുകൊണ്ടാണ് CPO പരീക്ഷയുടെ കാര്യം പറയുന്നത്. CPO ഈ ഒരു പരീക്ഷ സ്വപ്നം കാണുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും ഉറ്റുനോക്കുന്നത് റാങ്ക്. എനിക്ക് ഇത്രാമത്തെ റാങ്ക് ഉണ്ട്, ഇനി ധൈര്യമായിട്ട് കല്യാണങ്ങൾക്ക് പോവാം, ഇനി ധൈര്യമായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഉയർന്നിരിക്കുക എന്നൊക്കെ വിചാരിക്കും. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, നിങ്ങളുടെ റാങ്ക്, നിങ്ങളുടെ പൊസിഷൻ ഇത് നിങ്ങൾ അറിയുകയാണ്. ഞാൻ പറയുന്നത് താഴോട്ട് പോകുന്ന കാര്യത്തിന് പറ്റില്ല. നിങ്ങളാരും ഒരു കാര്യം കൂടെ പറയട്ടെ, ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ടും ജോലി കിട്ടുന്നില്ല അങ്ങനെയുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു കാര്യം പറയാം. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എന്തിനാണ് താഴോട്ട് പോകുന്നതിനെ പറ്റി ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് ഇനി സമയത്ത് നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ പോയാലും ചിലപ്പോൾ ഒരു 5-6 മാസം പഠിക്കാൻ സമയം കിട്ടും. നിങ്ങൾ എന്തിനാണ് താഴോട്ട് പോകുന്ന കാര്യത്തിന് വേണ്ടി ചിന്തിക്കുക? നിങ്ങൾ കട്ട് ഓഫ് 1 മാർക്ക് കയറി എന്നിട്ട് എന്തിനാണ് ചിന്തിക്കുക? അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ടോപ്പായിട്ട് ചിന്തിക്കുക. 100 പേരെ എടുത്താലും അതിൽ ഒരു വേക്കൻസി മതി നിങ്ങൾക്ക്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, എന്നെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് ഒരു വേക്കൻസി മതി, 100 പേരെ എടുത്താലും. മനസ്സിലായില്ലേ? ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രയത്നിക്കുന്നതെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. മനസ്സിലായില്ലേ? എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം അതാണ്. നിങ്ങൾ പരിശ്രമിക്കേണ്ടത് ആ ഒരു അഡ്വൈസ് നേടിയെടുക്കുക, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുക. അല്ലെങ്കിൽ ഈ ജോലി സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട്. വെറുതെ പരീക്ഷ എഴുതി ഫിസിക്കലിന് വരാതിരിക്കുന്ന ആൾക്കാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഈ ജോലി സ്വപ്നം കണ്ട് ഫിസിക്കൽ 5 ഐറ്റവും പാസ്സായി വെരിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് നല്ലൊരു പൊസിഷനിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങളാണ് ശരിക്കും നാളെ ഫോഴ്സിൽ വന്നിട്ട്, നിങ്ങൾ ആ ഒരു ഫോഴ്സിൽ വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് പോലീസ് ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. പോലീസ് ഫോഴ്സ് എല്ലാ ഫോഴ്സും വളരെ ഗ്ലോറിയസ് ആയിട്ട്, അതായത് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ കഴിയുന്നവർക്ക് ചെയ്യാൻ കഴിയില്ലെന്നല്ല, അതിനേക്കാൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നൊരു മേഖലയാണ് ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ നമുക്കതിലേക്ക് വരാം. അത് കഴിഞ്ഞ് എല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മുടെ തൂമഞ്ഞേ മായല്ലേ എന്നുള്ള പാട്ടൊക്കെ എല്ലാവരും റീലുകളിലിടുന്ന ആ ഒരു നിമിഷം, അഡ്വൈസ്. നമ്മൾ ഇത്രയും കാലം പഠിച്ചതും നേടിയെടുത്ത അറിവും കായികക്ഷമതയും എല്ലാം പാസ്സായിട്ട് നമ്മൾ ഈ ഒരു സാധനം കൊണ്ട് നമ്മുടെ അമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരുടെ കയ്യിലാണ് നിങ്ങളിത് കൊണ്ടു കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു കണ്ണുനീരും ആനന്ദാശ്രു, നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ മൊമെൻറ്റും ഒക്കെ നിങ്ങൾ കാണാൻ പോകുന്ന ഈ ലോകത്തിൽ സർക്കാർ ജോലി സ്വപ്നം കണ്ട് പഠിക്കുന്ന ഏതൊരു വ്യക്തിയും സ്വപ്നം കാണുന്ന ആ ദിവസം, അതാണ് ഈ അഡ്വൈസ് എന്ന് പറയുമ്പോഴത്തേക്ക്. അത് നിങ്ങളുടെ കയ്യിലോട്ട് എത്തുമ്പോഴാണ് ശരിക്കും നിങ്ങൾ ഇതിൽ പൂർണ്ണരാകുന്നത്. അഡ്വൈസ് നിങ്ങളുടെ കൈ കിട്ടി, നിങ്ങൾ എന്തോരം ഇത്രയും കടമ്പകൾ നിങ്ങൾ ചാടിക്കടന്നിട്ടാണ് ഈ ഒരു അഡ്വൈസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അഡ്വൈസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങളുടെ കൈ ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മെഡിക്കൽ എക്സാമിനേഷന് അവർ നോക്കുക. നമുക്ക് അതിനെപ്പറ്റിയുള്ള സെഷൻസ് നമുക്ക് വിശദമായിട്ട് പിന്നീട് നോക്കാം. ഇത് ജസ്റ്റ് ഒരു ജനറലായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്, അപ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കുക. അടുത്തതാണ് ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിങ്ങളെ തേടി വരുന്നു. നിങ്ങൾ ഇന്ന ബറ്റാലിയനിൽ പോലീസ് കോൺസ്റ്റബിളായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ നിങ്ങളുടെ ശമ്പള സ്കെയിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നിങ്ങളെ അപ്പോയിൻമെൻറ്റ്, നിങ്ങൾ ഇത്രാമത്തെ ദിവസം നിങ്ങൾ ട്രെയിനിങ്ങിന് വന്നിരിക്കണം എന്നുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിങ്ങളെ തേടി വരുന്നു. മറ്റൊരു സന്തോഷമുള്ള കാര്യം, നിങ്ങൾക്ക് അഡ്വൈസ് വന്നു, അതുപോലെ നിങ്ങൾ മെഡിക്കൽ കഴിഞ്ഞു, നിങ്ങളത് അപ്പോയിൻമെൻറ്റ് CPOയുടെ അപ്പോയിൻമെൻറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടി. ഇത് ഞാനിങ്ങനെ പറയുമ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വിഷ്വലൈസ് ചെയ്യുക. മനസ്സിലായില്ലേ? പരീക്ഷ നോട്ടിഫിക്കേഷൻ വരുന്നു. ഇതൊരു പ്രോസസ്സായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾക്ക് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങളതിനു വേണ്ടി തയ്യാറെടുക്കുന്നു, നിങ്ങൾ വളരെ പാഷനായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റുമോ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണ്. നിങ്ങൾ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, ഈ പറയുന്ന പോലെ തന്നെ എല്ലാ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള മേഖലയിലെല്ലാം കവർ ചെയ്യുന്നു, GK ടോപ്പിക്സ് കവർ ചെയ്യുന്നു, ഇംഗ്ലീഷ് മാത്സ് എല്ലാം കവർ ചെയ്യുന്നു. ആ ഒരു പരീക്ഷയുടെ ദിവസം വരുമ്പോൾ നിങ്ങൾ ഓക്കെ സെറ്റാണ്, ഞാൻ പോകുന്നു, പരീക്ഷ എഴുതുന്നു, സന്തോഷത്തോടെ മടങ്ങി വരുന്നു, എൻഡ് ഓഫ് ദ സ്റ്റോറി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ഷോർട്ട് ലിസ്റ്റ് വരാൻ വെയിറ്റ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്കലിന് പോയി തുടങ്ങുന്നു, നിങ്ങൾ ഫിസിക്കൽ പാസ്സാകുന്നു. അപ്പം തന്നെ നിങ്ങൾ വീട്ടിൽ വിളിച്ചിട്ട് നിങ്ങൾ വീട്ടുകാരോട് അമ്മയുടെ താരം പറഞ്ഞു, അമ്മേ ഞാൻ ഫിസിക്കൽ പാസ്സായി, പോലീസിൻ്റെ ഫിസിക്കൽ പാസ്സായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വെരിഫിക്കേഷന് വളരെ ധൈര്യപൂർവ്വം നെഞ്ചും വിരിച്ചുകൊണ്ട് PSC ഓഫീസിലോട്ട് കയറി പോകുന്നു. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വളരെ ഉയർന്നൊരു റാങ്കിലേക്ക് വരുന്നു. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യണം? വിഷ്വലൈസ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ അഡ്വൈസ് വരുന്നു, നിങ്ങൾ മെഡിക്കലിന് പോകുന്നു, മെഡിക്കൽ കഴിയുന്നു, അപ്പോയിൻമെൻറ്റ് വരുന്നു, നിങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കയറാൻ വേണ്ടി പോകുന്നു. ട്രെയിനിങ് 210 വർക്കിംഗ് ഡേയ്സ്, 7 മാസം എന്ന് പറയാമെങ്കിലും അവർ കൗണ്ട് ചെയ്യുക 7 മാസമായിട്ടല്ല, 210 വർക്കിംഗ് ഡേയ്സാണ് നിങ്ങൾക്ക് പോലീസിൽ ട്രെയിനിങ് വരുന്നത്. ഈ 210 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കായി കേരള പോലീസ് ഒരുക്കുന്നു പാസിംഗ് ഔട്ട്. നിങ്ങളെല്ലാവരും കാണുന്ന
അതായത് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ അവർ കാത്തിരുന്ന ആ ദിവസം, അല്ലെങ്കിൽ ഇത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാവാൻ ആഗ്രഹിക്കുന്ന, കാക്കിയെ പ്രണയിക്കുന്ന, കാക്കിയോട് ഒബ്സഷനായിട്ട് ജീവിക്കുന്ന, അങ്ങനെ ആ ഒരു വാക്ക് തന്നെ ഞാനിവിടെ പറയും, ഒബ്സഷനായിട്ട് ജീവിക്കുന്ന ആ ഒരു കാക്കി ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ സ്വപ്നം കാണുന്ന ദിവസം പാസിംഗ് ഔട്ട് പരേഡ്. ഈ ദിവസം 210-ാം ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ബറ്റാലിയനിൽ, നിങ്ങളുടെ മദർ ബറ്റാലിയൻ ഏതും ആയിക്കോട്ടെ, 7 ബറ്റാലിയനുണ്ട്. നിങ്ങളുടെ മദർ ബറ്റാലിയനിൽ നിങ്ങളിങ്ങനെ ഒരു ഒരു കമ്പനി വരുന്നു. ആ കമ്പനി എന്ന് പറയുന്നത് ഒരു കൂട്ടം പോലീസുകാരാണ്. ഓക്കെ, ആ കമ്പനിയിൽ നിങ്ങളിങ്ങനെ മാർച്ച് പാസ്റ്റ് ചെയ്ത് വരുന്നു. നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾ സ്നേഹിക്കുന്ന മറ്റേ ആൾക്കാർ, മാരീഡ് ആയിട്ടുള്ള ഒരു ഭാര്യ, മക്കൾ, ഇവരൊക്കെ ഇത് കാണുകയാണ്. നിങ്ങളിങ്ങനെ ആ ഒരു തോക്കും പിടിച്ച്, നിങ്ങൾ കയ്യിൽ ഇങ്ങനെ ഗ്ലൗസ് വിട്ട് തൊപ്പിയും വെച്ച് നിങ്ങളിങ്ങനെ വരികയാണ്. മേളിൽ മൃദുഭാവേതരുടെ കൃത്യം എന്നൊക്കെ എഴുതിയ ആ ഒരു പില്ലറൊക്കെ ക്രോസ് ചെയ്ത് നിങ്ങളിങ്ങനെ വന്നിട്ട് സല്യൂട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങളൊരു പോലീസ് ഓഫീസറായിട്ട്. എന്നിട്ട് നിങ്ങളതിൻ്റെ ആ ഒരു പ്രതിജ്ഞയൊക്കെ പറഞ്ഞ് നിങ്ങൾ കേരള പോലീസിൻ്റെ ഭാഗമാകുന്ന ആ ദിവസം പാസിംഗ് ഔട്ട് പരേഡ് വിഷ്വലൈസ് ചെയ്യുക, വിശ്വസിക്കുക. ഈ ഇത്രയും പ്രോസസ്സിലൂടെയാണ് ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനാവുന്നത്. മനസ്സിലായില്ലേ? ഇത്രയും പ്രോസസ്സാണ്. ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോൾ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനാവുന്നത് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ദ ട്രംപ് കാർഡ് എങ്ങനെ തയ്യാറെടുക്കാം, ഇതാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഓക്കെ, എല്ലാവരും ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ഓക്കെ, നമുക്കിതിനു വേണ്ടി എങ്ങനെ പഠിക്കാം, എങ്ങനെ തുടങ്ങാം? ഇതാ പിടിച്ചോ. ഇവിടെ നിങ്ങൾക്ക് +2 ലെവലിൽ ഇതുവരെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ മദർ മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു സംഭവം, ഈ ഒരു +2 ലെവലിൽ ഈ പറഞ്ഞ PQ, കാരണം ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ചാണ് നമ്മൾ ഇവിടുത്തെ ബാച്ചും മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 2021 PSC പാറ്റേൺ മാറിയതിന് ശേഷം 2024 വരെയുള്ള CPOയുടെ മാത്രമല്ല CPO, CEO, ഫയർമാൻ, പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഇങ്ങനെയുള്ള പരീക്ഷകളിലെ ജനറൽ ടോപ്പിക്സ് ഏത് ലെവലിൽ നിന്ന് എങ്ങനെ വന്നിട്ടുണ്ട്, ഏതൊക്കെ രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്, പ്രസ്താവനയാണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് മൾട്ടിപ്പിൾ ചോയ്സ് MCQs ആണോ, എന്ത് രീതിയിലുള്ള ചോദ്യങ്ങളും ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൃത്യമായി അനാലിസിസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് വളരെ കൃത്യമായി ചെയ്തുകൊണ്ടുള്ള ഒരു PYQ റെഫറൻസ് രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു ക്ലാസ്സുകൾ അല്ലെങ്കിൽ തയ്യാറെടുക്കാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുമ്പോഴത്തേക്കും. കാരണം നമ്മുടെ മദർ മെറ്റീരിയൽ എപ്പോഴും എന്ത് തന്നെയാണ്, PSCയുടെ PYQ തന്നെയാണ്. ആ PYQയിൽ PSC ആവർത്തിക്കപ്പെട്ട ചോദ്യങ്ങൾ, അത് വന്നിട്ട് ടോപ്പിക്സ്, ആ ടോപ്പിക്സിന് ഊന്നൽ കൊടുത്തുകൊണ്ട് അത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മളെ വളരെ സപ്പോർട്ടീവായിട്ട് ഈ ഒരു സംഭവം മുന്നോട്ടുണ്ട്, ഈ ഒരു നമ്മളൊരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. പിന്നെ അടുത്താണ് ന്യൂസ് പേപ്പർ CA, അതായത് ഏറ്റവും നല്ല കണ്ടൻറ്റ് കിട്ടുന്ന CA. അതിനായിട്ട് ഞങ്ങൾ ദിനപത്രങ്ങളിൽ നിന്നെടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്താ പ്രാധാന്യമുള്ളത്, അത് നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഷോർട്സ് ആയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ഷോർട്സ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അതുമാത്രമല്ല ന്യൂസ് പേപ്പർ CA അങ്ങനെയുള്ള സീരീസുകൾ വരുന്നുണ്ട്. ഒരാഴ്ചയിൽ എന്തൊക്കെയാണ്, പോയ വാരത്തിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട് സംഭവിച്ചിരിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ന്യൂസ് പേപ്പർ CA സെഷൻ. അതായത് നിങ്ങൾക്ക് ആ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ ഒരാഴ്ചത്തെ കറണ്ട് അഫെയർ മുഴുവൻ എഴുതി വെച്ച് പഠിക്കാൻ പറ്റും. പിന്നെ CA എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പം 2025 നടക്കാൻ പോകുന്ന പരീക്ഷ ആയതുകൊണ്ട് നിങ്ങൾ 2023, 24 എന്നിവയിലെ പ്രധാനപ്പെട്ട വർഷങ്ങൾ 25ലെയും ആ പരീക്ഷ നടക്കുന്നതിന് തൊട്ട് മുമ്പത്തെ മാസം വരെയുള്ളതും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് നിങ്ങൾക്ക് ചുറ്റും സംഭവിച്ചിരിക്കുന്നത്, എന്താണ് ലോകത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ സംഭവിച്ച, ഇന്ത്യയിൽ സംഭവിച്ച ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വ്യക്തമായ ഒരു അറിവുണ്ടാവണം. അവിടെ നിന്ന് ഇവിടെ നിന്ന് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തൊരു സാധനം പഠിക്കുമ്പോഴും വളരെ വ്യക്തമായിട്ട് പഠിക്കാം, വളരെ വ്യക്തമായിട്ട്. അതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. പിന്നെ അടുത്ത് 30 മാർക്കിൻ്റെ ഒരു സീരീസാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന മേഖലയാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. ഇതും നമ്മൾ എന്ത് ചെയ്യണം, PYQ തന്നെ ശരണം പിടിക്കുക. കാരണം നിങ്ങൾക്ക് ഏകദേശം 2021 തൊട്ട് 24 വരെ എത്ര പരീക്ഷകളെന്നിട്ടും അതിൽ ഏകദേശമുള്ള മിക്ക പരീക്ഷയും 10th പ്രിലിംസ് പറയുന്നില്ല, ഒഴികെയുള്ള LGS പരീക്ഷകളും പറയുന്നില്ല. ബാക്കിയുള്ള പരീക്ഷകളിൽ എന്തുണ്ട്, ഇതുണ്ട്. ഈ ഒരു ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഉണ്ട്. ഇത് മറ്റ് ഡിഗ്രി പ്രിലിംസും പണ്ട് നമ്മുടെ +2 പ്രിലിംസ് ഉണ്ടായിരുന്നപ്പോൾ 50 മാർക്കിനായിരുന്നു ഈ വെയിറ്റേജ്. ഇപ്പോൾ എന്തായാലും +2 പ്രിലിംസ് ഇല്ല, ഡിഗ്രി പ്രിലിംസിൽ 50 മാർക്ക്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ഇംഗ്ലീഷ്, മാത്സ്, മലയാളം പഠിക്കാമല്ലോ. ഏത് നിലവാരമാണെങ്കിലും പഠിക്കാമല്ലോ. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എവിടെ നിന്ന് പഠിച്ചാലും നിങ്ങൾക്കത് ബോണസ് തന്നെയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഇംഗ്ലീഷ്, മാത്സ്, മലയാളം വളരെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വളരെ ഓതൻറ്റിക് സോഴ്സുകളിൽ നിന്നായിരിക്കും
നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നിങ്ങൾക്ക് തരുന്നത്. വളരെ ടോൺഡ് ആയിട്ടുള്ള കണ്ടൻ്റ് ആയിരിക്കും. വളരെ ടോൺഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്. വലിച്ചു വാരി നിങ്ങൾ ചുമ്മാ പഠിച്ച് സമയം കളയണമെന്നില്ല. നിങ്ങൾ ഇതിന് വേണ്ടി ഒരു ശബ്ദധാരാവലി മുഴുവൻ എടുത്ത് വെച്ച് പഠിക്കണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടി ഒരു ഡിക്ഷണറി മുഴുവൻ പഠിച്ച് തീർക്കണമെന്നില്ല. എന്താണോ വേണ്ടത്. ഇപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് SSCയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, PSCയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അതർ സ്റ്റേറ്റ് PSC, വളരെ ഇമ്പോർട്ടൻ്റ് അതർ സ്റ്റേറ്റ് PSCയിലുള്ള ചോദ്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. ഇതിപ്പോൾ മലയാളം നമുക്ക് ഈ പറഞ്ഞ SSCയിലും മറ്റ് സ്റ്റേറ്റ്സിലും നമുക്ക് മലയാളം ഉണ്ടാവില്ല. പക്ഷേ ഇംഗ്ലീഷ്, മാത്സും എന്തായാലും ഉണ്ടാവും. SSCയിലുള്ള മാത്സ്, SSCയിലുള്ള ഇംഗ്ലീഷ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിതെല്ലാം റെഫർ ചെയ്തുകൊണ്ടൊരു ഒരു ക്ലാസ്സുകളാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതിനോട് നിങ്ങൾ ഒരിക്കലും ഒരു വിമുഖത കാണിക്കരുത്. നിങ്ങൾ കൃത്യമായ രീതിയിൽ അനാലിസിസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. പിന്നെ കിടക്കും നമ്മുടെ ട്രംപ് കാർഡ് 20 മാർക്ക്. നിങ്ങൾ പോലീസ് ആവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന 20 മാർക്ക്. ഇതാണ് പരിപാടി. ഇതിലാണ് നമ്മുടെ കളി. ഈ സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ടുള്ള 20 മാർക്ക്. ഓക്കെ, ഇനിയൊരു കാര്യം പറയാനുണ്ട്. ഈ ബാച്ചിലത്തേക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് എടുക്കുന്നത് ഞാനായിരിക്കും. ഓക്കെ, എൻ്റെ പേര് ടോബി എന്നാണ്, ടോബി ജോസഫ്. അപ്പോൾ എന്താണ് സ്പെഷ്യൽ ടോപ്പിക്സ് ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുമ്പോൾ അതിനാദ്യം വ്യക്തമായിട്ട് പറയാം. ഈ ഒരു മേഖല ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതിനു വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം പ്രിപ്പറേഷന് വേണ്ടി എടുത്തിട്ടുള്ളത് ബെയർ ആക്റ്റുകളാണ്. കാരണം അവസാനമായിട്ട് എഴുതിയ CPUവിൽ പോലും നമുക്കുണ്ടായിരുന്ന IPC, CRPC, എവിഡൻസ് ആക്ട് എന്നുള്ള 3 ആക്റ്റുകളായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. ഇനി മുതൽ BNS, BNSS, BSA എന്നുള്ളതാണ്. നമ്മൾ IPC, CRPC, എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2024 ജൂലൈ മാസം 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ 3 നിയമങ്ങളാണ്. ഓക്കെ, 2023 13ാമത്തെ ബില്ല്. ഓക്കെ, ശ്രദ്ധിച്ചതൊരു പോയിൻ്റാണ്. 13/2023 എന്ന് പറഞ്ഞാൽ 2023 പാസ്സാക്കപ്പെട്ട 13ാമത്തെ ബില്ലാണ് നമ്മുടെ BNS എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു സംഭവമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നൊരു കാര്യം പറയാം. ഞാൻ ഇതിലൂടെ മറ്റ് പബ്ലിക്കേഷൻസിനെ കുറ്റം പറയുകയോ ഒന്നുമല്ല. പക്ഷേ ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് പഠിച്ചു തീർത്തത് ഈ പറഞ്ഞ വേറെ ആക്റ്റുകളാണ്. IPC, CRPC, എവിഡൻസ് ആക്ട്, പോക്സോ, പിന്നെ അതുപോലെ തന്നെ കേരള പോലീസ് ആക്ട്, IT ആക്ട്, വിവരാവകാശം, NDPS. ഈ 8 പുസ്തകങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ 8 പുസ്തകങ്ങളുടെയും PDF എടുത്തിട്ടാണ് നമ്മളിത് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് 268 IPCയിലുണ്ടായിരുന്ന സെക്ഷൻ 262 പൊതുജന ശല്യം. ഓക്കെ, പൊതുജന ശല്യം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? ഒരു പൊതുജന ശല്യമാണ് അതിനകത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പബ്ലിക് പ്ലേസിൽ യൂറിനേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് പബ്ലിക് ന്യൂസൻസിൽ പെടുന്ന കാര്യം. പബ്ലിക് പ്ലേസിൽ യൂറിനേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്താണ് പബ്ലിക് ന്യൂസൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സെക്ഷൻസ് നിങ്ങളുടെ ഉള്ളിൽ വരണം. അവിടെയാണ് നിങ്ങൾ ഈ ജോലിയിൽ പാഷനേറ്റ് ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നത്. കാരണം ഈ പരീക്ഷയിൽ വളരെ കാതലായിട്ടുള്ളതാണ് 20 മാർക്ക്. റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പൊസിഷൻ തീരുമാനിക്കുന്നത് തന്നെ എന്താണ്? ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മളിവിടെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് പ്യുവറായിട്ടും ബെയർ ആക്റ്റ് ആയിരിക്കും. ബെയർ ആക്റ്റിൽ എന്തുണ്ടോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇതിനകത്ത് ഒരുപാട് മിസ്കോൺസെപ്ഷൻസ് ഉണ്ട്. എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ്, എന്താണ് മർഡർ, എന്താണ് റോബറി, എന്താണ് തെഫ്റ്റ്, എന്താണ് ഡെക്കോയിറ്റി, എന്താണ് ചീറ്റിംഗ്, എന്താണ് ഇമ്പോസ്റ്റേഷൻ ചീറ്റിംഗ്, എന്താണ് ഡിസോണസ്റ്റി, എന്താണ് ഫ്രോഡുലൻറ്റ്, സോ ഓൺ. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ റീപ്ലേസ് ചെയ്യപ്പെട്ട നിയമത്തിലായിരിക്കും ഇനി നിങ്ങൾക്കടുത്ത് വരാൻ പോകുന്ന സിലബസിൽ വരാൻ പോകുന്ന ഈ റീപ്ലേസ്. കാരണം ഇതെല്ലാം കാലഹരണപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, ഇതെല്ലാം നമുക്കിപ്പോൾ ഇല്ല. എന്താണ് ഇവിടെ പറഞ്ഞ ഈ IPC, CRPC, എവിഡൻസ് ആക്ട് എന്നീ 3 നിയമങ്ങൾ എന്ത് ചെയ്യപ്പെട്ടു? കാലഹരണപ്പെട്ടു, അല്ലെങ്കിൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. അപ്പോൾ ഇനി വരുന്ന എന്താണ്? BNS ഭാരതീയ ന്യായ സംഹിത, BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, BSA ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇത്രയുമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഈ നിയമങ്ങളാണ് നമ്മളിനി പഠിക്കേണ്ടത്. നമുക്ക് ആസ് യൂഷ്വൽ 8 പാർട്സ് തന്നെ ഉണ്ടാകും സ്പെഷ്യൽ ടോപ്പിക്കിൽ. പക്ഷേ നിങ്ങൾ IPC, CRPC, എവിഡൻസ് ആക്ടിന് വരും BNS, BNSS, BSA ഇത്രയും സാധനം പഠിക്കും. ഇതിനെപ്പറ്റി എന്താണ് ഇതിൽ പ്രത്യേകിച്ച് മാറ്റമായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ IPCയിൽ ഏകദേശം 511 സെക്ഷൻസ് ഉണ്ടെങ്കിൽ ഇതിൽ 358 സെക്ഷൻസേ ഉള്ളൂ. ഏതിൽ? BNSൽ. അത് മാത്രമല്ല, ഇതിൽ പല സെക്ഷൻസും കാലഹരണപ്പെട്ടതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ബാക്കി കുറേ സെക്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് സെക്ഷൻസ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ പിന്നെ
എക്സ്പ്ലനേഷൻസിൽ, ഇല്ലസ്ട്രേഷൻസിൽ, പിന്നെ അത് പിന്നെ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ എല്ലാത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കുറേ സ്പെഷ്യൽ ടേംസ് ഉണ്ട്, അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, ചിലത് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ബെയർ ആക്ടിൻ്റെ സഹായത്തോടു കൂടി തന്നെ പഠിച്ച് മാറ്റേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും നിങ്ങൾ വാരി വലിച്ച് പഠിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കിട്ടേണ്ടത് വ്യക്തമായി പഠിക്കണം. എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ്, എന്താണ് മർഡർ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാനറിയണം. എന്താണ് റോബറി, എന്താണ് തെഫ്റ്റ്, എന്താണ് ഡെക്കോയിറ്റി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വളരെ ഉദാഹരണത്തിന് പറഞ്ഞാൽ എത്ര വയസ്സിന് താഴെയുള്ള കുട്ടി ചെയ്യുന്ന കൃത്യമാണ് കുറ്റമല്ലാതായി മാറുന്നത്. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരാളെ കൊലപ്പെടുത്തിയാൽ എന്തുകൊണ്ട് അത് കുറ്റമാവില്ല, അല്ലെങ്കിൽ തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ്, ആരാണ് താൻ ചെയ്തത് കുറ്റമല്ല എന്ന് തെളിയിക്കേണ്ടത്, അത് ആരുടെ ബാധ്യതയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ചില കേസുകൾ റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ കൂടെ എക്സാമ്പിൾസ് മനസ്സിലാവുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കേസുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ കൃത്യമായിട്ട് പഠിക്കുന്നത് വഴിയാണ് ഈ ഒരു പഠനം 20 മാർക്കിൻ്റെ പഠനം പൂർത്തിയാവുന്നത്. അല്ലാതെ തുമ്പും പാലും പഠിച്ചുകൊണ്ട് പോയി സ്പെഷ്യൽ ടോപ്പിക്ക് കിട്ടാൻ പോകുന്നില്ല. ഉള്ള കാര്യം ഞാൻ പറയാം, ഉള്ളതുപോലെ പറയാണ്. കാരണം നമ്മൾ ഓപ്പൺ അപ്പായിട്ട് തന്നെ പറയാണ്. വ്യക്തമായ പഠനം, കൃത്യമായി വളരെ ടോണ്ടായിട്ടും ട്രിംഡായിട്ടുള്ളൊരു പഠനം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ക്രാക്ക് ചെയ്താൽ മാത്രമേ CPO പരീക്ഷ ക്രാക്ക് ചെയ്ത് വരാൻ പറ്റൂ. കാരണം സ്പെഷ്യൽ ടോപ്പിക്കിന് അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനാവാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ലോക്കൽ ബില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് ARലൊക്കെ പോയിട്ട് നിങ്ങൾ അത് കഴിഞ്ഞ് ലോക്കൽ ഓരോ സ്റ്റേഷനിൽ നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുമ്പോൾ കൃത്യമായി നിങ്ങൾ ഈ നിയമം അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളുടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വന്നിട്ട് ശരി ഇത് ഈ ഒരു സാധനം പോയി ഒന്ന് എഴുതിയിട്ട് വാ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ പോയി നിന്നിട്ട് ഈ സാധനം അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, യാതൊരു വിധത്തിലും ഷൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള പോട്ടെ, നിങ്ങൾ ചെയ്യുന്ന ജോലിയെ പറ്റി അറിവില്ലാതായി പോകും. അതുകൊണ്ടാണ് PSC എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്നേ പഠിച്ചു പൊക്കോ, ഇവിടെ നിന്നേ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചു പൊക്കോ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിണക്കിക്കൊണ്ട് നമ്മൾ 2024 ഡിസംബർ മാസം 4-ാം തീയതി പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് CPOയ്ക്ക് വേണ്ടി, പ്യോർലി ഫോർ CPO. അതിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും. കാരണം അതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ജനറൽ ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പെഷ്യൽ ടോപ്പിക്കിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ 20 മാർക്കിൽ നമ്മുടെ ഒരു ക്ലാസ് കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ തരുന്ന ഈ ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള സോഴ്സസ് എന്നൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തരുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു 15 താഴോട്ട് ആർക്കും കിട്ടാത്ത രീതിയിൽ തന്നെ ഇത് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം സിലബസിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ തന്നെയാണ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കാര്യം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാനുള്ള കാരണം ഈ പറയുന്ന BNS, BNSS, BSA എന്നീ നിയമങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റവും അത് കൃത്യമായിട്ട് റെഫർ ചെയ്തുകൊണ്ട്, അതിനുവേണ്ടി ടൈം എടുത്ത് വളരെ കൃത്യമായിട്ട് റെഫർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സോഴ്സസ് ബെയർ ആക്റ്റാണ്. കാരണം ഇതിൻ്റെ വെളിയിലൊരു സോഴ്സ് ഇല്ല, എവിടെയും തരാനില്ല, ആർക്കും എടുക്കാനില്ല. ആ ഒരു കോൺഫിഡൻസ്, അത് നോക്കി മനസ്സിലാക്കി എന്നൊരു കോൺഫിഡൻസ് തന്നെയാണ് നമ്മൾ ഡിസംബർ മാസം 4-ാം തുടങ്ങുന്ന ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും. അല്ലാതെ വെറുതെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ജനറൽ ടോപ്പിക്സ് വന്നിട്ട് കുറേ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്നിട്ട് നിങ്ങൾ പോയി പരീക്ഷ എഴുതിക്കുമോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കേണ്ട ഒരു രീതി തന്നെ എന്ത് ചെയ്യണം, അത് പഠിച്ച് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റൂ. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ പറയാനുള്ളൊരു കാര്യം, പോലീസ് പരീക്ഷ സ്വപ്നം കാണുന്ന നിങ്ങളോടാണ് പറയാനുള്ളത്. CPO, WCPO എന്നീ പരീക്ഷകൾ സ്വപ്നം കാണുന്ന നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും, PSC ഇനി എത്ര കട്ട് ഓഫ് ഇട്ടാലും, ലിസ്റ്റിൽ എത്ര ആളെ കുറച്ചാലും, എത്ര പേർക്ക് അഡ്വൈസ് അയച്ചാലും അതൊന്നുമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. അടുത്ത പ്രാവശ്യം CPO എഴുതിയിട്ട് കാര്യമുണ്ടോ, CPOക്ക് ഇത്ര അഡ്വൈസ് പോവോ, നിങ്ങളെ നെഗറ്റിവിറ്റി പറഞ്ഞ് മാറ്റാൻ പലരും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ നെഗറ്റിവിറ്റി പറഞ്ഞ് മാറ്റുന്ന ആൾക്കാർ CPOയ്ക്ക് വേണ്ടി കട്ടക്കി പിടിച്ചിട്ട് വലിയ വലിയ റാങ്കുകൾ വാങ്ങിച്ച് പോകുമ്പോൾ നിങ്ങൾക്കത് സാധിക്കാതെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും PSCയെ പഠിച്ചുകൊണ്ടിരിക്കും. അതിലൊരു അർത്ഥമില്ല, അത് പറയുന്ന കാര്യമാണ്. PSC 100 പേരുടെ ലിസ്റ്റ് ഇട്ടാലും, ഇപ്പോൾ എനിക്കൊന്ന് SAPയിൽ 744 വരെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. PSCന് 100 പേരുടെ മെയിൻ ലിസ്റ്റ് ഇടുമെങ്കിലും അതിൽ ഒരാളായിട്ട് മാറുക. മനസ്സിലായില്ലേ? നിങ്ങൾ ബാക്കി 99ൻ്റെ കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ എഴുതുക, അതിൻ്റെ അഡ്വൈസ് വാങ്ങിക്കുക, ജോലി കയറുക, നിങ്ങളുടെ ജീവിതം സെറ്റാക്കുക, ഭാവി സെറ്റാക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടി ആരും ചെയ്തു തരാൻ വേണ്ടി പോകുന്നില്ല. ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, എങ്ങനെ എത്ര മാക്സിമം പറഞ്ഞു തരും, നിങ്ങളത് ഗ്രാസ്പ് ചെയ്തെടുക്കുക. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിക്കൊണ്ടേയിരിക്കുക. ബി കൺസിസ്റ്റൻറ്റ് ഇൻ എവറി വേസ്.
അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ആൾ, അതാണ് ഈ പറയുന്നൊരു എനിക്ക് വളരെയേറെ എന്നെ ഇമ്പ്രസ് ചെയ്യുന്നൊരു വാചകമാണ്, നിത്യാഭ്യാസി ആനയെടുക്കും. ഓർത്ത് വെച്ചോ, നിത്യാഭ്യാസി ആനയെടുത്തിരിക്കും. ഓക്കെ, ഇത് ആനയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിത്യം അഭ്യസിച്ചാൽ നിങ്ങളിതിനെ വളരെ ഈസി ആയിട്ട് ഇതെടുത്തിരിക്കും. നിങ്ങൾ റിട്ടണും പാസ്സാവും, ലിസ്റ്റിലും വരും, ഫിസിക്കലും പാസ്സാവും, റാങ്ക് പഠിക്കും, ജോലിയും വാങ്ങിക്കും, തൊപ്പിയും വയ്ക്കും. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പാസിംഗ് ഔട്ട് പരേഡിൽ നിങ്ങളെ വീട്ടുകാരെ അത്രയും കോൺഫിഡൻറ്റോടെ നിങ്ങൾ അവരെ നോക്കിക്കാണുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും ബാച്ചിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു ഓതൻറ്റിക് ഇൻഫർമേഷൻസ് തന്നിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നമ്മൾ മറ്റ് വീഡിയോകളായിട്ട് വരും, ചെറിയ ചെറിയ സീരീസ് ആയിട്ടും കാര്യങ്ങളായിട്ട് വരും. അപ്പോൾ എല്ലാവരെയും നമ്മൾ ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, വെൽക്കം ഓൾ ടു ദ ബാച്ച്. ഓക്കെ, താങ്ക് യു.